Have you seen these Punjab missionaries, Prophet Baljinder? No, Have you seen this? Yeshu, मेरा यशु. ये पेंटकोस्ट है ना, बहुत ज्यादा है। ये ज्यादा अरे यार, क्यों? अभी स्ट्रीट में आके सबको तो देखो ये बाइबल, अरे anything which is over, well, I don't think. And Are you not supportive of that? I'm not supportive of such, I mean, loud, orchestrated campaign. I'm somebody who believes that your belief in God, it's something private. Faith is a private affair. I don't think you need to demonstrate it, trumpet it. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ പാസ്റ്റർ ജോയ് കുമളി, യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ ദേശീയ വൈസ് പ്രസിഡന്റാണ്. ഇങ്ങനെ ഈ മീഡിയയിൽ, ഈ ചാനലിൽ വരുവാനുള്ള കാരണം, ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് എന്ന കൈരളി TV-യുടെ മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ MP-യുമായിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ യൂട്യൂബ് ചാനലിലൂടെ അടുക്കിയിരുന്നു കൊണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പുച്ഛമാണ് അല്ലെങ്കിൽ ലജ്ജയാണ് എന്ന് പറയുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞു. താങ്കൾ എന്താണ് പെന്തക്കോസ്ത് സമൂഹത്തിൽ കണ്ട പുച്ഛം? താങ്കൾ എന്താണ് പെന്തക്കോസ്ത് സമൂഹക്കാരോട് കണ്ട വെറുപ്പ്? മദ്യപാനികളെ രൂപപ്പെടുത്തി നന്നായി ജീവിക്കാൻ പറയുന്നത്. ഈ പെന്തക്കോസ്ത് സമൂഹം 25 ലക്ഷത്തിലധികം ആളുകൾ പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോട് ബന്ധപ്പെട്ടവരും മറ്റു പാർട്ടിയുള്ള ആളുകളും ഈ പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. താങ്കളത് മറന്നുപോയി എന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, മറ്റുള്ള പ്രതിപക്ഷ നേതാക്കൾ, മറ്റുള്ള ആളുകൾ പെന്തക്കോസ്ത് സമൂഹത്തിന് വേണ്ടി പറയുകയും അവരെ ചേർത്ത് പിടിക്കുമെന്ന് പറയുമ്പോൾ ഒരു രാജ്യസഭാംഗമായിരിക്കുന്ന താങ്കൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് അങ്ങ് വിശദീകരിച്ചാൽ കൊള്ളാം. രണ്ടാമത്, ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ 25 ലക്ഷത്തിലധികം ആളുകളുണ്ട് പെന്തക്കോസ്ത് സമൂഹത്തിൽ. കേരളത്തിലെ റോമൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള സഭയാണ് പെന്തക്കോസ്ത് സഭ. ആ സഭയെ നിങ്ങൾ പരസ്യമായിട്ട് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് ഈ കാര്യത്തിന് ക്ഷമ പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. ഞങ്ങൾക്കതിൽ അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് പ്രസംഗിക്കുവാനും സ്വാതന്ത്ര്യവും ആശയം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശങ്ങളും വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 25, 28 പ്രകാരം ഏത് മതത്തിൽ വിശ്വസിപ്പാനും അത് ആചരിക്കുവാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഇരിക്കെ അതേ ഭരണഘടനകൾ നടപ്പാക്കേണ്ട സ്ഥലത്തിരുന്നു കൊണ്ട്, അതേ ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്നു കൊണ്ട് പെന്തക്കോസ്ത് സമൂഹത്തിനെതിരെ ശബ്ദിക്കുന്നത്, അവരെ കളിയാക്കുന്നത്, അവരെ അപമാനിക്കുന്നത് ലജ്ജാകരമാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കും. ഞങ്ങളുടെ പ്രതിഷേധം ഓരോ താലൂക്കുകളിലും, ഓരോ ജില്ലകളിലും, ഓരോ പഞ്ചായത്തുകളിലും ഞങ്ങളത് അറിയിക്കും. അത് ഞങ്ങളുടെ അവകാശമാണ്. വർഗത്തിന്റെ പേരിലും, വർണ്ണത്തിന്റെ പേരിലും, ജാതിയുടെ പേരിലും, മതത്തിന്റെ പേരിലും ആരെയും മാറ്റി നിർത്തുന്നത് പറയപ്പെടുന്ന നിങ്ങൾ എന്താണ് ഞങ്ങളെ അപമാനിക്കാനുള്ള കാരണം? എല്ലാവർക്കും പാർട്ടിയുണ്ട്, പാർട്ടി വിശ്വസിക്കുന്നവരുണ്ട്. അത് വ്യക്തിപരമായ കാര്യമാണ്. ഇത് ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെയാണ്. അത് ഞങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് കേരളത്തിൽ 25 ലക്ഷം വരുന്ന പെന്തക്കോസ്തുകാരെ അപമാനിച്ച് ജോൺ ബ്രിട്ടാസ് പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് ഇത്തരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്നു, മറ്റു സ്ഥലങ്ങളിലേക്ക് ഇലക്ഷൻ വരാൻ പോകുന്നു. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളെ വളരെയേറെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പെന്തക്കോസ്ത് സമൂഹം ഇനി നിങ്ങളുമായിട്ട് സഹകരിക്കേണ്ടത്? അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ശക്തമായ എതിർപ്പാണ്, ശക്തമായ പ്രതിഷേധമാണ് എന്നും കൂടെ അറിയിക്കുകയാണ്. അത് മാത്രമല്ല, താങ്കൾ മറ്റുള്ള കാര്യങ്ങൾ കാണാറില്ലേ? ഞങ്ങൾ മൈക്ക് കെട്ടി പറയുന്നതും ഞങ്ങൾ ആരാധിക്കുന്ന ഒച്ച മാത്രമേ താങ്കൾ കേൾക്കാറുള്ളൂ. താങ്കൾ ഈ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുന്ന ഒരാളല്ലേ? മറ്റു രാജ്യങ്ങളിൽ സഞ്ചരിച്ചുള്ള ആളുകളല്ലേ?
അവിടെയൊക്കെ മറ്റു സമൂഹങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞങ്ങൾ തെരുവെന്ന് പറയുന്നത് മദ്യപിക്കാനല്ല, ഞങ്ങൾ തെരുവെന്ന് പറയുന്നത് പാപത്തിലേക്ക് പോകാനല്ല. മദ്യത്തിനും മയക്കുമരുന്നിന് അടിമയായിരിക്കുന്ന തകർക്കപ്പെട്ട കുടുംബങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, അവരെ സ്നേഹത്തിലൂടെ കർത്താവിന്റെ സ്ഥലം ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരുടെ കുടുംബങ്ങളിൽ സമാധാനം കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ഞങ്ങളെ താങ്കൾക്ക് എങ്ങനെയാണ് അപമാനിക്കാൻ പറ്റിയത്? താങ്കൾ എന്തിനാണ് ഞങ്ങളെ കളിയാക്കുന്നത്? താങ്കൾ എന്തിനാണ് ഞങ്ങളെ പരിഹസിക്കുന്നത്? ഇത് വളരെ മോശമായി പോയി. ഉടനെ പെന്തക്കോസ്ത് കൗൺസിൽ ശക്തമായി അതിനെ എതിർക്കുന്നു, പ്രതിഷേധിക്കുന്നു, ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു. താങ്കൾ ഈ കാര്യത്തിന് ആ യൂട്യൂബിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിന് താങ്കൾ പ്രതികരിക്കണം, താങ്കൾ പരസ്യമായി അതിന് ക്ഷമ പറയണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഞാൻ പാസ്റ്റർ ജോയ് കുമളി. താങ്ക് യു.